What are the methods for the synthesis of the nanoparticles? അതിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ ബോട്ടം അപ്പ് അപ്രോച്ചിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് നാനോ പാർട്ടിക്കിൾ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാനോ പാർട്ടിക്കിൾസും ഉണ്ട്. ബോട്ടം അപ്പ് അപ്രോച്ച്, bottom up approach നമ്മൾ എന്താണെന്ന് പറഞ്ഞു. That is we are manipulating അല്ലെങ്കിൽ controlling the atoms or molecular levels. അതിൽ നിന്ന് നമ്മൾ നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കൊളോയിഡൽ പ്രിപ്പറേഷൻ. ഫസ്റ്റ് വൺ കൊളോയിഡൽ പ്രിപ്പറേഷൻ. precipitation. കൊളോയിഡൽ precipitation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾഡ് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ കണ്ടീഷനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൊളോയിഡൽ precipitation പറയുന്നത്. അപ്പോൾ നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച്, ഈ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നാനോ പാർട്ടിക്കിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. യൂഷ്വലി മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ കൊളോയിഡൽ precipitation കൂടെ പ്രിപ്പയർ ചെയ്യുക. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഇങ്ങനത്തെ നാനോ പാർട്ടിക്കിൾസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊളോയിഡൽ precipitation-ലൂടെയാണ്. അതുപോലെ സിങ്ക് എക്സെട്ര ഇഷ്ടംപോലെ നാനോ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് കൊളോയിഡൽ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾ. അപ്പോൾ ആദ്യത്തെ ഗോൾഡ് നാനോ പാർട്ടിക്കിളിന്റെ സിന്തസിസ് ഇതിൽ നമ്മൾ എടുക്കുന്നത് ഗോൾഡ് സോൾട്ട്. അപ്പം അതിന് യൂസ് ചെയ്യുന്ന ഗോൾഡ് സോൾട്ട് HAuCl4. ക്ലോറോ ഔറിക് ആസിഡ് എന്നാണ് ഈ സോൾട്ടിന്റെ പേര്. പിന്നെ യൂസ് ചെയ്യുന്നത് ട്രൈസോഡിയം സിട്രേറ്റ്. അപ്പൊ ഇതില് ഗോൾഡ് സോൾട്ട് ആണ് നമ്മുടെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, ഒരു സാധനം സിന്തസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മുടെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത്. ഇവിടെ ട്രൈസോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത് ബോത്ത് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ആയിട്ടും ആക്ട് ചെയ്യും, സ്റ്റെബിലൈസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യുന്നത് 0.1 മില്ലിമോളാർ സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഒന്നും നാനോ മെറ്റീരിയൽസിനെ യൂസ് ചെയ്യാറില്ല. വളരെ ലോവർ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ആണ് നമ്മൾ നാനോ മെറ്റീരിയൽ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 മില്ലിമോളാർ ക്ലോറോ ഔറിക് ആസിഡ് സൊല്യൂഷനിലേക്ക് 1% ട്രൈസോഡിയം സിട്രേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സോഡിയം സിട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു കളർ ചേഞ്ച്. അതായത് യെല്ലോ ടു ഒരു റെഡിഷ് കളർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറിലേക്ക് സൊല്യൂഷന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഗോൾഡ് സോൾ ഈസ് ഗ്രാജുവലി ഫോംഡ് ആസ് എ സിട്രേറ്റ് റെഡ്യൂസസ്. അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡ് HAuCl4 Au ഈസ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നമ്മുടെ സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്, ഡൊണേറ്റ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ സോഡിയം സിട്രേറ്റിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ C6H5O7 3-. അതേപോലെ HAuCl4 നമുക്ക് ആസിഡിന്റെ ഫോമിൽ തന്നെ എഴുതാം HAuCl4. അത് ആസിഡിന്റെ പ്രസൻസിലാണ് നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്നത്. സോഡിയം സിട്രേറ്റ് എന്ന് വെച്ചിട്ട് ആസിഡിക് ആണ്, അപ്പൊ ഒരു ആസിഡ് കണ്ടീഷൻ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ Au3+ എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഗോൾഡ് വിൽ ബി കൺവേർട്ടിംഗ് ടു 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അതേപോലെ
ബൈ പ്രോഡക്ട്സ് ആയിട്ട് C5H6O5 കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഇതിനെ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന് പറയും. പ്ലസ് HCl പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഗോൾഡ് നാനോ പാർട്ടിക്കിളിനെ നമ്മൾ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സിട്രേറ്റ് അയോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ സ്റ്റെബിലൈസിങ് ഏജന്റ്. അപ്പം ഗോൾഡ് നമ്മൾ സെൻട്രൽ ഗോൾഡ് സൊല്യൂഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ, നാനോ പാർട്ടിക്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചുറ്റും സിട്രേറ്റ് അയോൺസ് ഒരു ലെയർ പോലെ പ്രൊട്ടക്റ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ സിട്രേറ്റിന്റെ ലെയറിനകത്താണ് ഈ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നത്. A layer of citrate anions on their surface keep these nanoparticles separated through repulsive Coulombic interaction. അപ്പോൾ ഇതേപോലത്തെ നാനോ പാർട്ടിക്കിൾസ് സിട്രേറ്റ് നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്. അതേപോലെ ഗോൾഡിന് ചാർജ് ഒന്നുമില്ല, സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഇതിന്റെ സർഫസിൽ വരുമ്പോഴത്തേക്ക് there will be a repulsive interaction between these ഓരോ നാനോ മെറ്റീരിയൽസിന്റെ സർഫസിൽ നെഗറ്റീവ് ചാർജസ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? they will repel each other. അങ്ങനെ ചാർജ് വരുന്ന അനുസരിച്ചാണ് അവരുടെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മളൊരു 5 to 10 ഡ്രോപ്സ് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ what will happen? We can see the color changes to purple. അപ്പൊ നമുക്ക് റെഡ് കളർ കിട്ടിയ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ പർപ്പിൾ ആയിട്ട് ചേഞ്ച് ചെയ്യും. കാരണം എന്താ? ഇവിടെ നമ്മൾ ഒരു റീപ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുകയാണ്. ദാറ്റ് ഈസ് സിട്രേറ്റ് അയോൺസിനെ നമ്മൾ ക്ലോറൈഡ് അയോൺ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഇറ്റ് കാസസ് എ ഡിക്രീസ് ഇൻ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ്. അപ്പൊ സിട്രേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബൾക്കി ആയിരുന്ന ആനയോൺസ് ആയിരുന്നു. അതിനെ നമ്മൾ ക്ലോറൈഡ് അയോൺസ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടും. സൈസ് കൂടുന്നതനുസരിച്ച് ഈ കളർ ചേഞ്ച്, അതായത് റെഡ് ടു ബ്ലൂയിഷ് ടോണിലോട്ട് പോകുമ്പോഴത്തേക്ക് നാനോ പാർട്ടിക്കിളിന്റെ സൈസ് കൂടുതലാണെന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല, അങ്ങനെയാണ്. അപ്പോൾ റെഡ് ടു പർപ്പിൾ കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? സിട്രേറ്റ് അയോൺസ് ആർ റീപ്ലേസ്ഡ് ബൈ ദിസ് chloride ion, resulting in the increase of a particle size, resulting in the color change of a gold nanoparticle from red to purple. ഇങ്ങനെയാണ് നമ്മൾ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം എന്താണ് എടുക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 1 മില്ലിമോളാർ ആണ്. 1% സോഡിയം സിട്രേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കളർ ചേഞ്ചസ് ഫ്രം ലൈറ്റ് യെല്ലോ ടു റെഡിഷ് ഡാർക്ക് റെഡ് കളർ സൊല്യൂഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യും. ദിസ് കൺഫേംസ് ദ ഫോർമേഷൻ ഓഫ് എ gold nanoparticle. The reaction is happening like this. That is, gold is in +3 oxidation state. The gold എന്ന് പറയുന്നത് the presence of sodium citrate ions, it is converting to gold zero oxidation state. അപ്പോൾ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആകുമ്പോഴത്തേക്ക് this nano materials അല്ലെങ്കിൽ metal atoms will form a cluster and it is stabilized by the citrate ions. Citrate ions ന്റെ ഒരു ലെയർ ഫോർമേഷൻ നാനോ പാർട്ടിക്കിൾ സർഫസിൽ ഉണ്ടായിരിക്കും. ദിസ് നെഗറ്റീവ് ചാർജസ് റിപ്പൽസ് നാനോ പാർട്ടിക്കിൾസ് ബിറ്റ്വീൻ ഈച്ച് അതർ ആൻഡ് മേക്ക് ദ സോഴ്സ് സ്റ്റേബിൾ. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ റിപ്പൽഷൻ കൊണ്ടാണ്. നെക്സ്റ്റ് ഇസ് പ്രിപ്പറേഷൻ ഓഫ് എ സിൽവർ നാനോ പാർട്ടിക്കിൾ. ഇവിടെ സിൽവർ നാനോ പാർട്ടിക്കിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് sodium borohydride, NaBH4. This is a sodium borohydride. സോഡിയം ബോറോഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നാനോ മെറ്റീരിയലിന്റെ സിന്തസിസിന് യൂസ് ചെയ്യുന്നതാണ് സോഡിയം ബോറോഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു ബീക്കറിൽ എടുക്കും. അതിലേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, അപ്പൊ ഇവിടെ 2 മില്ലിമോളാർ സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ 1 മില്ലിമോളാർ സിൽവർ നൈട്രേറ്റ്, അപ്പൊ സിൽവറിന്റെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് AgNO3 സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ സിൽവർ നൈട്രേറ്റ് സോഡിയം ബോറോഹൈഡ്രൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന സിൽവർ നൈട്രേറ്റ് ഡ്രോപ്പ് ബൈ ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് കുറച്ചൊരു ഹാഫ് ആൻ അവർ സ്റ്റെർ ചെയ്യേണ്ടി വരും. സ്റ്റെർ ചെയ്ത് കഴിഞ്ഞാൽ
color change. Silver nanoparticle silver nitrate solution colorless ആണ്. ഒരു yellow silver salt formation നമുക്ക് കാണാൻ പറ്റും. Yellow silver salt formation. Silver nitrate reaction എന്ന് പറയുന്നത് AgNO3 plus NaBH4 giving ഇവിടെ സിൽവർ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ആയിരുന്നത് ഇവിടെ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി. B2H6 plus NaNO3 ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഡിയം ബോറോഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ഒരു ലെയർ ആനയോൺസ്, ബോറോഹൈഡ്രൈഡ് ആനയോൺസ് എന്ന് പറയുന്നത് ഈ നാനോ പാർട്ടിക്കിളിന്റെ സർഫസിൽ അറ്റാച്ച് ആവും. നേരത്തെ ഗോൾഡിന്റെ കാണിച്ചതുപോലെ തന്നെയാണ്. Okay. So these ions keep the nanoparticles separated through the repulsive coulometric interaction. ഇവിടെ നമുക്ക് നെഗറ്റീവ് ചാർജസ് ആണ് ഉള്ളത്. റിപ്പൾഷൻ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് സർഫസിൽ നെഗറ്റീവ് ചാർജസ് വരുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു നാനോ മെറ്റീരിയൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. ഇവിടെ റിപ്പൾഷൻ വരുമ്പോഴത്തേക്ക് ദേ വിൽ റിമെയിൻ ആസ് എ സ്റ്റേബിൾ. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാൻ 3 drops of sodium chloride solution add ചെയ്യുകയാണെങ്കിൽ we can see the nano particles are getting aggregating. ഈ ഡാർക്ക് യെല്ലോ സൊല്യൂഷൻ ഒരു ക്ലൗഡി യെല്ലോ സൊല്യൂഷൻ ഒരു ക്ലൗഡി ഗ്രേ കളർ സൊല്യൂഷൻ ആയിട്ട് മാറും. അപ്പൊ ഗ്രേ കളർ സൊല്യൂഷൻ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാനോ മെറ്റീരിയൽ ഈസ് ഗെറ്റിംഗ് അഗ്രിഗേറ്റിംഗ്. സോഡിയം സിട്രേറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ്. ബോയിലിംഗ് കണ്ടീഷനിലാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സൈസസ് ഓഫ് ദ നാനോ പാർട്ടിക്കിൾസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഇന്റൻസിറ്റി ഓഫ് ദ കളർ ഓഫ് ദ സിസ്റ്റം. അതുപോലെ നമുക്ക് നമുക്ക് കിട്ടുന്ന യെല്ലോ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പൊ കളർ എന്ന് പറയുന്നത് സൊല്യൂഷന്റെ കളർ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഹൗ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ അല്ലെങ്കിൽ ഫ്ലൂറസെൻസ് ചേഞ്ചസ് വിത്ത് ദ സൈസ് ഓഫ് ദ നാനോ മെറ്റീരിയൽ. ഇവിടെ നമുക്ക് കളർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിളിന്റെ സൈസ് അനുസരിച്ച് അതും ചേഞ്ച് ആവും. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സോഡിയം ബോറോഹൈഡ്രൈഡിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും സ്റ്റെബിലൈസിങ് ഏജൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പോളിവിനൈൽ പൈറോളിഡിൻ പോലത്തെ പോളിമേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ അഗ്രിഗേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ബൈ ചാൻസ് കയറി പറ്റുകയാണെങ്കിൽ നമ്മൾ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നാനോ പാർട്ടിക്കിൾ പെട്ടെന്ന് സെറ്റിൽ ചെയ്ത് പോകുന്നത് പോലെ നമുക്ക് കാണാം. അപ്പോൾ അത് ഈ സ്റ്റെബിലിറ്റി കുറയുന്നു. അപ്പൊ എത്രത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള നമുക്ക് സർഫാക്റ്റൻസ് അല്ലെങ്കിൽ സർഫസ് പ്രൊട്ടക്റ്റിംഗ് ഏജൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമോ അത്രയും സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ നാനോ മെറ്റീരിയൽ അത്രയും നാള് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അപ്പോൾ പോളിമേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറെ ലാർജ് ബൈൻഡിങ് ഏരിയ ഉള്ളതാണ്. അപ്പോൾ പോളിമറൊക്കെ അതിന്റെ സർഫസിൽ കോട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സിൽവർ നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് പ്രസിപ്പിറ്റേഷൻ മെത്തേഡാണ്. ലോവർ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ എടുത്തിട്ട് ഒരു സോൾട്ട് സൊല്യൂഷൻ, മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അതിലേക്ക് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. പക്ഷേ ഇവിടെ സോഡിയം ബോറോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ സ്റ്റെബിലൈസിങ് ഏജന്റ് ആയിട്ടും കൂടെ ആക്ട് ചെയ്യുന്നത്. പക്ഷെ അത് അയോൺസ് എന്ന് പറയുന്ന സ്മോളർ സൈസ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്യും. ഇപ്പോൾ നല്ല ബെസ്റ്റ് സ്റ്റെബിലൈസിങ് ഏജന്റ് ലൈക്ക് പോളിമേഴ്സ് ഇഫ് ആർ ആഡിങ്, it will form a layer on the nanoparticle surface. It will protect the material from further aggregation. അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടുള്ള സ്റ്റെബിലൈസിങ് ഏജന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് മെറ്റൽ നാനോ പാർട്ടിക്കിൾസിന്റെ പ്രിപ്പറേഷൻ ആണ്, കൊളോയിഡൽ precipitation. നെക്സ്റ്റ് precipitation methods. Second one is the precipitation. Precipitation, it is a chemical method particularly suitable for the preparation of metal oxide nanoparticles. Metal oxide nanoparticles prepare ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് precipitation methods choose ചെയ്യാം.
അതേപോലെ സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ് ആണെങ്കിലും പ്രസിപ്പിറ്റേഷൻ മെത്തേഡ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സെലിനൈഡ്, ഇതേപോലത്തെ നാനോ പാർട്ടിക്കിൾസ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസിപ്പിറ്റേഷൻ മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. ക്വാണ്ടം ഡോട്ട്സ് ആയിട്ട് പറയാറുണ്ട്. സെമി കണ്ടക്ടേഴ്സിന്റെ എല്ലാം നമ്മൾ ക്വാണ്ടം ഡോട്ട്സ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഇതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാഡ്മിയം സൾഫൈഡ് നാനോ പാർട്ടിക്കിൾസ്. കാഡ്മിയം സൾഫൈഡ് നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കാഡ്മിയം നൈട്രേറ്റ്, CdNO3 twice 4H2O. കാഡ്മിയം നൈട്രേറ്റും ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ, ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം 20 ml 0.1 മോളാർ കാഡ്മിയം നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കുക കോണിക്കൽ ഫ്ലാസ്കിൽ. അതിന് മാഗ്നറ്റിക് സ്റ്റെറർ വെച്ചിട്ട് സ്റ്റെർ ചെയ്യുക. അതിലേക്ക് 10 ml ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റെബിലൈസിങ് ഏജന്റ് ആണ്. അഗ്രിഗേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് 5 minutes സ്റ്റെർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 20 ml 0.1 മോളാർ സോഡിയം സൾഫൈഡ് സൊല്യൂഷൻ Na2S സൊല്യൂഷനും ആഡ് ചെയ്ത് കൊടുക്കും. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ബൈ മാഗ്നറ്റിക് സ്റ്റെറിംഗ്. ദ മിക്സ്ചർ ക്രീപ്സ് ഓൺ സ്റ്റെറിംഗ് ഫോർ 3 hours. സമയമെടുക്കുന്ന പ്രോസസ്സാണിത്. അപ്പോൾ 3 hours കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ടേൺസ് യെല്ലോ കളർ സൊല്യൂഷൻ ആണ് നമുക്ക് കാഡ്മിയം സൾഫൈഡിന്റെ നാനോ പാർട്ടിക്കിൾ ഫോർമേഷൻ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഇത് യെല്ലോ കളർ ഫോർമേഷൻ ഷോസ് ദ ഫോർമേഷൻ ഓഫ് കാഡ്മിയം സൾഫൈഡ് നാനോ പാർട്ടിക്കിൾസ്. യൂഷ്വലി ഇവരുടെ സൈസ് എന്ന് പറയുന്നത് 30 to 50 നാനോമീറ്റർ സൈസിലായിരിക്കും. സെലക്റ്റീവ് ആയിട്ട് നമുക്ക് അവരുടെ പ്രസിപ്പിറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കാഡ്മിയം നൈട്രേറ്റിലേക്ക് കുറച്ച് അസറ്റോൺ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്യുവർ ക്രിസ്റ്റൽസ് ഓഫ് കാഡ്മിയം സൾഫൈഡ് നമുക്ക് കിട്ടും. But this system is centrifuged. Yellow nanoparticles of cadmium sulfide can be collected and they are washed with water. ethanol ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ എക്സസ് ആഡ് ചെയ്തിട്ടുള്ള അഡിറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെബിലൈസിങ് ഏജൻസോ ഇപ്പൊ റിയാക്ട് ചെയ്യാതെ ബാക്കി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഡ്മിയം നൈട്രേറ്റ് twice plus Na2S giving cadmium sulfide plus NaNO3. ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാഡ്മിയം സൾഫൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് 0.1 മോളാർ കാഡ്മിയം നൈട്രേറ്റ് സൊല്യൂഷൻ എത്തിലീൻ ഗ്ലൈക്കോൾ സൊല്യൂഷൻ, ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യും. അത് സ്റ്റെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അയോൺസിന്റെ അടുത്ത് നമ്മുടെ സ്റ്റെബിലൈസിങ് ഏജന്റ് എത്താൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊരു സ്റ്റെർ ചെയ്തതിന് ശേഷം നമ്മൾ സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യും. സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 hours കഴിയുമ്പോഴത്തേക്ക് യെല്ലോ കളർ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരു 30 to 50 നാനോമീറ്റർ സൈസിലുള്ള പാർട്ടിക്കിൾ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് വാഷ് ചെയ്ത് എത്തനോളും വാട്ടറും എല്ലാം വാഷ് ചെയ്ത് റീക്രിസ്റ്റലൈസ് ചെയ്ത് എടുക്കുന്നതാണ് നമ്മൾ പ്യുവർ കാഡ്മിയം സൾഫൈഡ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാഡ്മിയം സൾഫൈഡ് ക്രിസ്റ്റൽസിന്റെ ഫോർമേഷൻ കാണിക്കാം.
സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. ഇതാണ് കാഡ്മിയം സൾഫൈഡിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡ്രൈ ചെയ്ത് വേണമെങ്കിൽ ഡ്രൈ ചെയ്തും എടുക്കാം. ഇതാണ് ഒരു കൊളോയിഡൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടർബിഡിറ്റി അപ്പിയർ ചെയ്യുന്നതാണ് നമ്മുടെ കൊളോയിഡൽ ഫോർമേഷൻ. അതായത് പാല് പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് കൊളോയിഡൽ ഫോർമേഷൻ. യൂസ് ചെയ്ത റിയേജൻസ് ആണ് ഈ കാണിക്കുന്നത്. ഇവരുടെ ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടീസ് കാണണമെന്നുണ്ടെങ്കിൽ temperature can lead to serious problems. Unwanted temperature fluctuations. In their paper de investigaciones above a threshold temperature, the NPs underwent a structural change, which led them to fluoresce, increasing and then decreasing temperature. NPs suitable for recording the thermal history of surfaces. By varying the polymer, the threshold temperature could be controlled, and very high temperatures, up to 200 degrees Celsius. To find out more about fluorescent ഓരോ കളറിലായിരിക്കും ഇവരുടെ ഫ്ലൂറസെൻസ് കാണിക്കുന്നത്. അത് നമുക്ക് സെൻസിങ്ങിനോ അല്ലെങ്കിൽ ഇമേജിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ട് suitable for recording the thermal history of surfaces. By varying the polymer, the threshold temperature is the preparation of cadmium selenide. CdSc ആണ് cadmium selenide എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സെമി കണ്ടക്ടർ ഇതെല്ലാം സെമി കണ്ടക്ടേഴ്സ് ആണ് പ്രിപ്പയർഡ് ബൈ ഇവിടെ ഈ കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പ്രൊസീജിയേഴ്സ് ആണ്. അത് നമ്മൾ പ്രാക്ടിക്കലി പോലെ അത് ബൈ ഹാർട്ട് ചെയ്താൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 20 ml 0.1 millimolar 1 molar solution of cadmium chloride CdCl2 സൊല്യൂഷൻ എടുക്കും. അതിലേക്ക് 20 ml sodium selenide 0.1 molar sodium selenide Na2SiO2 drop by drop ആയിട്ട് ആഡ് ചെയ്യും. In the presence of diethylene triamine. Diethylene triamine. ഇതാണ് ഇവിടുത്തെ സ്റ്റെബിലൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് 0.1 മോളാർ ബോറോഹൈഡ്രേറ്റ് സൊല്യൂഷൻ NaBH4 സൊല്യൂഷനും ആഡ് ചെയ്ത് കൊടുക്കും റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിക്കോഴ്സേഴ്സ് എന്ന് പറയുന്നത് കാഡ്മിയം ക്ലോറൈഡും സോഡിയം സെലിനേറ്റും ആണ്. അപ്പോൾ ഇത് രണ്ടിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 0.1 മോളാർ 0.1 മോളാർ. ഇവിടെ ഡൈഎഥിലീൻ ട്രൈഅമീൻ എന്ന് പറയുന്നത് സ്റ്റെബിലൈസിങ് ഏജന്റും സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റും ആണ്. എന്നിട്ട് സൊല്യൂഷന്റെ ചില റിയാക്ഷൻ എന്ന് പറയുന്നത് ചില pH കണ്ടീഷൻസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ pH കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് 9.5 to 7.5, അതായത് ആൽക്കലൈൻ കണ്ടീഷനിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ സൊല്യൂഷന്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രം യെല്ലോ കളർ ഫോം ചെയ്യും ആദ്യം, then to orange and then to reddish brown. Due to formation of cadmium sulfate selenide nanoparticle formation. Reaction എന്ന് പറയുന്നത് cadmium chloride plus Na2SeO3 plus NaBH4 resulting in the formation of CD
SC കാഡ്മിയം സെലിനൈഡ് ഫോം ചെയ്യും നാനോ പാർട്ടിക്കിൾ. അതിൻ്റെ കൂടെ ബൈ പ്രോഡക്ട്സും ഫോം ചെയ്യും. നമുക്ക് ഈ ബൈ പ്രോഡക്ട്സ് ഒന്നും ആവശ്യമില്ല, അതിനെല്ലാം നമ്മൾ വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഡിയം ക്ലോറൈഡ് പ്ലസ് B2H6 പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സോഡിയം കാഡ്മിയം സെലിനൈഡ് നാനോ പാർട്ടിക്കിൾസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ രണ്ട് മെറ്റൽ പ്രിക്കേഴ്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, സോഡിയം സെലിനൈഡും കാഡ്മിയം ക്ലോറൈഡും. അതിൽ ട്രൈഎഥൈൽ അമീൻ എന്ന് പറയുന്നത് സ്റ്റെബിലൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും, സോഡിയം ബോറോഹൈഡ്രേറ്റ്. അപ്പോൾ അത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഈ നാനോ പാർട്ടിക്കിൾ ഫോം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സർഫസ് കോട്ടിംഗ് ആയിട്ട് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. അതിൽ സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഈ മെറ്റൽസിനെ എല്ലാം റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ന് പറയുന്നത് സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പൊ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് ഇത് പോയി ഈ ട്രൈഎഥൈൽ അമീൻ എന്ന് പറയുന്നത് ഇതിന്റെ സർഫസിൽ പോയി കോട്ട് ചെയ്യുമ്പോഴാണ് ഒരു ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറെ നേരം സ്റ്റിർ ചെയ്യുന്നത്. സ്റ്റിർ ചെയ്യുമ്പോഴത്തേക്ക് യൂണിഫോം ആയിട്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് നമുക്ക് ഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണവും കാഡ്മിയം സൾഫൈഡും കാഡ്മിയം സെലിനൈഡ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ് ആണ്. Next is a salt gel method. Next is a salt gel method. This is a third procedure. അപ്പോൾ സോൾട്ട് ജെൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ മെത്തേഡാണ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് നാനോ സിസ്റ്റംസ്, എസ്പെഷ്യലി മെറ്റൽ ഓക്സൈഡ്സ് സിന്തസൈസ് ചെയ്യാനും അതേപോലെ കോമ്പോസിറ്റ് നാനോ പൗഡേഴ്സ് പ്രിപ്പയർ ചെയ്യാനും കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള നാനോ മെറ്റീരിയൽസിന്റെ ഒരു കോമ്പിനേഷനാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോ ഗ്രാഫീന്റെ കൂടെ സിങ്ക് ഓക്സൈഡ് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ്, അല്ലെങ്കിൽ ഗ്രാഫിന്റെ കൂടെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ്. അല്ല ഇനിയിപ്പോൾ അതിന്റെ കൂടെ രണ്ട് നാനോ പാർട്ടിക്കിളിന്റെ കൂടെ വേണമെങ്കിൽ കാഡ്മിയം എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അതും ഒരു കോമ്പോസിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ കോമ്പോസിറ്റ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സോൾട്ട് ജെൽ മെത്തേഡ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് നാനോ പൗഡേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് 3 സ്റ്റെപ്പിൽ കൂടെയാണ് ഈ റിയാക്ഷൻസ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ കൺവേർഷൻ ഓഫ് പ്രിക്കഴ്സർ സൊല്യൂഷൻ ടു കൊളോയിഡൽ ഡിസ്പെർഷൻ. പ്രിക്കഴ്സറിനെ കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ട് മാറ്റുക. പ്രിക്കഴ്സർ ടു കൊളോയിഡൽ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ കൊളോയിഡൽ ഫോമിനെ സോൾ എന്നും പറയാറുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, കൊളോയിഡ്സിലൊക്കെ പറയുമ്പോഴത്തേക്ക് സോൾ ടേം യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സോളിനെ നമ്മൾ കൺവേർഷൻ ഓഫ് സോൾ ടു ജെല്ല് ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്കിലേക്ക് മാറ്റും. ഈ സോളിനെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറോ ജെൽ ലൈക്ക് ടെക്സ്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ ഈ ജെല്ലിനെ സോളിഡ് സ്റ്റേറ്റ് സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക ബൈ ദ റിമൂവൽ ഓഫ് എ സോൾവെന്റ്. സോൾവെന്റ് മാറ്റിയിട്ട് അതിനെ ഒരു സോളിഡ് ടെക്സ്ചറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത്രയും 3 സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മൾ സോൾട്ട് ജെൽ സിന്തസിസ്. അപ്പോൾ നമുക്ക് പ്രിക്കഴ്സർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മെറ്റൽ സോൾട്ട് ആയിരിക്കും. അതിന് ഏതെങ്കിലും സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊളോയിഡൽ ഫോമിലേക്ക് മാറും. ആ കൊളോയിഡൽ ഫോം നമ്മൾ പറയുന്നതാണ് സോള്. ആ സോളിനെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ആക്കും, ജെൽ ഫോർമേഷനിലേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ഈ ജെല്ലിൽ നിന്ന് നമ്മൾ സോൾവെന്റ് റിമൂവ് ചെയ്ത് സോളിഡ് ഫോമിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുക്കുന്ന പ്രിക്കഴ്സർ എന്ന് പറയുന്നത് മെറ്റൽ സോൾട്ട് തന്നെയാണ്. ലൈക്ക് ആൽക്കോക്സൈഡ്സ്, ആൽക്കോസൈഡ് എടുക്കാം, സോൾവെന്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറും ആൽക്കഹോൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെറ്റൽ ആൽക്കോക്സൈഡ് MOR എന്ന് പറയുന്നത് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ച് ഒരു ഹൈഡ്രോക്സൈഡ് ആയിട്ട് ഫോം ചെയ്യും.
ROH. This is the hydrolysis step. Second step എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡിനെ ROM ആയിട്ട് ഫർദർ റിയാക്ട് ചെയ്ത് MOM കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്ന് ROH. This is the condensation reaction. ഈ രണ്ട് സ്റ്റെപ്പിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ജെൽ ഈസ് ഡ്രൈഡ് യൂസിങ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജെല്ല് എന്ത് ചെയ്യും, ഡ്രൈ ചെയ്ത് പോകും. അല്ലെങ്കിൽ വെളിയിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് അതിൽ അബ്സോർബ് ചെയ്തിട്ടുള്ള മോയ്സ്ചർ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ വാങ്ങിക്കുന്ന ജെല്ലീസൊക്കെ കുറച്ച് നേരം നമുക്ക് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ അതിൽ മോയ്സ്ചർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു സോളിഡ് പാർട്ടിക്കിൾ മാത്രമേ ബാക്കി വരുള്ളൂ. അപ്പോൾ ഈ ജെല്ലി ലൈക്ക് അപ്പിയറൻസ് കിട്ടാൻ കാരണം അതിനകത്ത് ഈ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ സോൾവെന്റ്സ് ട്രാപ്പ് ചെയ്യുമ്പോഴാണ് ഒരു ജെല്ലി. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോളിഡ് മാസ് ആയിട്ട് അത് മാറും. By mixing of 2 or more metal oxide precursors in certain proportion, it is possible to produce combination nanoparticles. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ പ്രിക്കേഴ്സർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗോൾഡിന്റെ കേസ് പറഞ്ഞപ്പോൾ ഗോൾഡ് നാനോ സോൾട്ട് മാത്രം യൂസ് ചെയ്തതാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയത് ഗോൾഡ് നാനോ പാർട്ടിക്കിൾ മാത്രം. ഇതേപോലെ നമുക്ക് പ്രിക്കേഴ്സേഴ്സ് 2 or 3 മെറ്റൽസ് ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു കോമ്പിനേഷൻ അലോയ്സ്, ഗോൾഡിന്റെ കൂടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കൂടെ ആഡ് ചെയ്തിട്ട് റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് കോപ്പർ അലോയ് പോലത്തെ നാനോ മെറ്റീരിയൽസ് കിട്ടും. The combination can be also done. അപ്പോൾ പ്രിസൈസ്ലി നമുക്ക് ഇതിൽ പാർട്ടിക്കിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ സോൾവോളിസിസ് കണ്ടീഷൻ, അപ്പൊ ഇവിടെ സൈസ് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റിംഗ് സോൾവോളിസിസ് കണ്ടീഷൻ വഴി നമുക്ക് പാർട്ടിക്കിളിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. അതേപോലെ ആഡിങ് ഡോപ്പൻസ്, നമുക്ക് ഈ സിന്തസൈസ് കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡിന്റെ pH ടെമ്പറേച്ചറോ അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സോ ഒക്കെ നമുക്ക് അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് നാനോ മെറ്റീരിയൽസ് ഓഫ് ഡിഫറെന്റ് സൈസസ്. അപ്പൊ മിക്സിങ് അതേപോലെ സിംഗിൾ മെറ്റൽ പ്രിക്കേഴ്സർ എടുക്കുകയാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളത് കിട്ടും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇഫ് യു ആർ യൂസിങ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് മെറ്റൽ പ്രിക്കേഴ്സേഴ്സ് വി ക്യാൻ പ്രൊഡ്യൂസ് എ കോമ്പിനേഷൻ ഓഫ് അലോയ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കോമ്പോസിറ്റ് മിക്സ്ചർ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സോൾജറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇൻ ദ ഫീൽഡ് ഓഫ് സെറാമിക്സ്, അതേപോലെ ഗ്ലാസ് ഇൻഡസ്ട്രീസിൽ ആപ്ലിക്കേഷൻ വരും. അതേപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ ഒക്കെ ഇതിന് ആപ്ലിക്കേഷൻ വരുന്നതാണ്. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇന്ന് നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 ടൈപ്പ് സിന്തസൈസ് പഠിച്ചു. ഒന്ന് കൊളോയിഡൽ പ്രസിപ്പിറ്റേഷൻ, സെക്കൻഡ് വൺ സിംഗിൾ പ്രസിപ്പിറ്റേഷൻ, പിന്നെ ഒന്ന് സോൾട്ട് ജെൽ സിന്തസിസ്. അപ്പൊ അതിൽ കൊളോയിഡലിന് എക്സാമ്പിൾസ് മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് വെച്ചിട്ടുള്ളത് പറഞ്ഞു. അതേപോലെ കൊളോയിഡൽ വെറും പ്രസിപ്പിറ്റേഷൻ മെറ്റൽ സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാഡ്മിയം പ്രൊസീജിയർ പറഞ്ഞു. അതേപോലെ സോൾട്ട് ജെൽ മെത്തേഡ് എന്താണെന്ന്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.